ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതേപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഉള്ളിയച്ചാറിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴുത്ത തക്കാളിയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നിറം മങ്ങിയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ വെള്ളം ഒക്കെ കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളത്തോടെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മുകളിലൊക്കെ കുത്തുകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറേ ഉപയോഗിച്ച് കഴിയുമ്പം ഒരു മങ്ങലൊക്കെ വന്നു തുടങ്ങും സ്റ്റീൽ പാത്രത്തിന്. അത് സ്വാഭാവികമായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു തക്കാളി പീസിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് എത്ര മങ്ങിയിട്ടുള്ള സ്റ്റീൽ പാത്രം ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്റ്റീൽ പാത്രത്തിന് പുതുമയോടെ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ ഇതിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളും പുറമൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തക്കാളി ഉപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദാ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാത്രം എനിക്ക് വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറേ ഉപയോഗിച്ചിട്ടുള്ള കുറേ വർഷങ്ങളായിട്ടുള്ള പാത്രം ഇട്ടത്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഒരു മങ്ങൽ ഈ ഒരു പാത്രത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഒരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രത്തിന് പുതുമയോടെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. ചീഞ്ഞ തക്കാളിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മുതിരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ രാവിലെ കറി വെക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ. കടലയായാലും അതേപോലെ ചെറുപയറായാലൊക്കെ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ചില ദിവസം നമ്മൾ മറന്നു പോയ സമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ കറി വെക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മൾ വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഇനിയിപ്പോൾ വേണ്ട. ഇതേ രീതിയിൽ ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കട്ടോ. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ കുഞ്ഞു ഫ്ലാസ്കുകൾ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ വലിയ ഫ്ലാസ്ക് ഉള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാസ്കിലേക്ക് ഇതേപോലെ കുറച്ച് എന്താണോ നമുക്ക് കറി വെക്കാനുള്ളത്, കടലയോ ചെറുപയറോ എന്താണോ ഉള്ളത്, ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതേപോലെ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ പുട്ടും കടലയൊക്കെ ആകുമ്പം കടല വെള്ളത്തിലിടാൻ മറന്നു പോയാൽ പുട്ട് ചുടുന്ന ആ ഒരു സമയം ആ ഒരു അരമണിക്കൂർ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു കടല ഇതേപോലെ നമ്മൾ കുതിർത്തിടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കടല കുക്കായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ, അതുമാത്രമല്ല നല്ല ഫ്ലാസ്കിലായത് കാരണം ചൂട് അതിൽ തന്നെ ഇങ്ങനെ നിലനിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കടല ആയാലും അതേപോലെ ചെറുപയറായാലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ അരമണിക്കൂറിന് ശേഷം ഞാനിതിൻ്റെ അടപ്പൂരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇപ്പോഴും ഈ വെള്ളത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പയറുമണികളൊക്കെ നല്ലതാ കയ്യിൽ വെച്ചപ്പോൾ തന്നെ നല്ല ഗുണം വെന്ത പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞെങ്ങുന്നത് ഞെക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. തലേന്ന് വെള്ളത്തിലിടാൻ പോയവരൊക്കെ രാവിലെ ഇതേപോലെ നമ്മൾ ഫ്ലാസ്കിൽ നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കടലയായാലും അതേപോലെ ചെറുപയറായാലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരും മറന്നു പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലാസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കേസറോൾ ഇട്ടിച്ചാലും മതി കേട്ടോ. കേസറോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല തിളച്ച വെള്ളം ആ ഒരു കേസറോളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കടല ഇതേപോലെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഇതെടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കുതിർന്ന് വരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഞാനിത് വേവിക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിലാണല്ലോ ഇത് വേവിക്കുക. കടല ആയാലും അതേപോലെ മുതിര ആയാലൊക്കെ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ കുക്കറിലൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ കുക്കർ ഇങ്ങനെ തിളച്ച് നിലത്തോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു സ്പൂൺ ഇട്ട് വെക്കട്ടോ.
നമ്മൾ കുക്കറിൽ ഇത് വേവിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ചെറിയൊരു സ്പൂണോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു തവി ഇതേപോലെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കുക്കായി കിട്ടാൻ പറ്റും ചെയ്യും. മാത്രമല്ല നമുക്ക് വെള്ളം ചീറ്റിട്ട് പുറത്തോട്ടേക്കൊന്നും പോവില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം നിന്നോളൂ കേട്ടോ, നിലത്തോട്ടേക്കൊന്നും വെള്ളം പോവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി ഞാൻ കാണിക്കുന്നത് ഉള്ളി വെച്ചിട്ടുള്ള നല്ലൊരു ഉള്ളി കറിയാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിക്കറി ഇടിയപ്പത്തിനും അതേപോലെ വെള്ളപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാട്ടോ. ഇനിയിപ്പോൾ ചോറിന് കറികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ 2 ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളിൻ്റെ നടുഭാഗം ഇതേ രീതിയിൽ നമ്മൾ ഒഴിവാക്കി കളയട്ടോ. സാധാരണ നമ്മൾ 2 പീസ് ആക്കിയതിന് ശേഷമാണല്ലോ ഇതേപോലെ നമ്മൾ ഒഴിവാക്കി കളയുക. അപ്പോൾ നമ്മൾ 2 പീസ് ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ കത്തിൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് റിമൂവായി കളയാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി പീസാക്കിയിട്ട് നന്ന ചെറിയ പീസാക്കണ്ട, നമുക്ക് ഈ ഒരു എന്താ പറയുക സ്ലൈസ് ആക്കിയിട്ട് കനം കുറഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ അത് ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഈ ഉള്ളിൻ്റെ എല്ലാ അല്ലികളും ഇങ്ങനെ വേറെ വേറെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിനാഗിരി കൂടി പോകണ്ട, വളരെ കുറച്ച് തന്നെ മതി കേട്ടോ വിനാഗിരി. നമ്മൾ എത്രത്തോളമാണോ ഉള്ളി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഉള്ളി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഉള്ളി വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിയച്ചാറ് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഒരു 2-3 ആഴ്ച മുന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇടുന്നതെന്ന് വെച്ചാൽ അതിൽ ചേർക്കാത്ത 2-3 ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വിനാഗിരിയും ഉപ്പും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഉള്ളി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ അതിലോട്ടേക്ക് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഉള്ളിയച്ചാറ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇനി ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അതൊക്കെ കടിക്കുന്ന സമയത്ത് കേട്ടോ. ഞാനിതിൽ വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാനിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. എന്താ വെച്ചാൽ നല്ല കളർ ഉണ്ടാവും ഈ ഒരു ഉള്ളിയച്ചാറിന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഉള്ളിയച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു ഉള്ളിയച്ചാർ കഴിക്കുന്ന സമയത്ത്. സാമ്പാറെന്ന് ചോദിച്ചാൽ സാമ്പാറും അല്ല, സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റും അതേപോലെ ഉള്ളിൻ്റെ ആ ഒരു ടേസ്റ്റും വെളിച്ചെണ്ണൻ്റെ എല്ലാം കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്ന സമയത്ത് നല്ലൊരു കിടിലൻ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു ഉള്ളിച്ചാറ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി മിക്സിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം സ്പൂൺ വെച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിച്ചാറ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊള്ളി ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം നമ്മൾ ഒരു ദിവസം നമുക്ക് മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറായാലും അതേപോലെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ കറി നല്ല കോമ്പിനേഷൻ ആട്ടോ. കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഒറ്റ ഉള്ളിക്കറി മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റ്. ഇത് ഉണ്ടാക്കി കഴിച്ചവർക്ക് മാത്രമേ ഈ ഒരു ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് എടുക്കുന്നില്ല, നാളെ മറ്റന്നാളൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ആ ഒരു പുളിയും എരിവും ആ ഒരു മുളകിൻ്റെ ആ ഒരു എരിവും എല്ലാം പുളിയും എല്ലാം ഒത്തൊരുമിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് പൊള്ളി ടേസ്റ്റ് തന്നെ കേട്ടോ. പറയാൻ പറ്റാത്ത അത്ര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കുക. 2 ഉള്ളി മാത്രം മതി ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ.
അപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴയ സ്റ്റീൽ ഗ്ലാസ് ആട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ടേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള ടാൽക്കം പൗഡറൊക്കെ ആണ്, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുള്ള പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയും ടാൽക്കം പൗഡറും ഇതിലേക്ക് ഗ്ലാസ്സിലോട്ടേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഗ്ലാസ് കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസിൻ്റെ വായ്ഭാഗത്ത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റായി നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂവിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തട്ടുന്ന സമയത്ത് ഈ ഒരു പൗഡർ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരാനാട്ടോ. അപ്പോൾ ഓവറായിട്ട് വലിയ ഹോൾ ഉണ്ടാക്കണ്ട, ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണല്ലോ, അപ്പോൾ നമുക്ക് നമ്മളെ ബെഡും അതേപോലെ തലയണയൊക്കെ കുറേ കഴിയുമ്പം ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡും തലയണയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സോഫ സെറ്റും നമ്മുടെ കുട്ടികളൊക്കെ അതിൽ സ്നാക്സൊക്കെ അതിലിരുന്ന് കഴിച്ചിട്ട് ഉറുമ്പുകളും പ്രാണികളൊക്കെ ആ സോഫ സെറ്റിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സോഫ സെറ്റിലുള്ള ഉറുമ്പുകളും പ്രാണികളൊക്കെ പോയി കിട്ടാനും പറ്റും. അതുമാത്രമല്ല അത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ. ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ നമ്മളിതിൽ ടാൽക്കം പൗഡറും കൊട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉറുമ്പൊന്നും ഈ ഒരു സോഫയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ, ടാൽക്കം പൗഡറൊക്കെ ഇതിലുള്ളത് കാരണം. അപ്പോൾ ഈ ഒരു സോഫൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗത്തൊക്കെ ഇത് വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പൗഡറിൻ്റെ ഈ ഒരു ഗ്ലാസ് ഇതേപോലെ കമിഴ്ത്തി വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡറും ഈ ഒരു ബേക്കിംഗ് സോഡയും ഈ സോഫൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോഫയിലുള്ള ഉറുമ്പുകളൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ ഏത് ടാൽക്കം പൗഡറാണോ ഇതിലിട്ടിട്ടുള്ളത് ആ ഒരു പൗഡറിൻ്റെ സ്മെൽ തന്നെ ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റുക. പിന്നെ നല്ല രീതിയിൽ തന്നെ ചെളിയൊക്കെ പോയി കിട്ടാനും പറ്റും കേട്ടോ. ഈ ഒരു ടിഷ്യൂവിലായിരിക്കും ഈ ഒരു എഡ്ജ് ഭാഗത്തുള്ള ചെളികളൊക്കെ നമുക്ക് ഈ ഒരു ടിഷ്യൂവിൽ ആയി കിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ബെഡും തലയണയും എല്ലാം ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കട്ടോ. മഴക്കായത് കാരണം അതേപോലെ നമ്മൾ എപ്പോഴും കിടന്ന് എണീക്കുന്നതാണല്ലോ ബെഡിലും തലയണയിലൊക്കെ. അപ്പോൾ നമ്മുടെ തലയിലുള്ള ആ ഒരു മെഴുക്കും അതേപോലെ എല്ലാ ചെളിയും എല്ലാം ഈ ഒരു തലയണൻ്റെ മുകളിലുണ്ടാവും. മാത്രമല്ല നമ്മൾ ബെഡിൽ കിടക്കുന്നത് കാരണം എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അതേപോലെ വിയർപ്പും ചെളിയും അഴുക്കൊക്കെ ഉണ്ടാവും ബെഡിലും. അപ്പോൾ നമ്മൾ ബെഡിലും ഇതേ രീതിയിൽ നമ്മളൊന്ന് കൊട്ടി കൊടുക്കാവുമ്പം നമുക്ക് നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും നമ്മൾ ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് കേട്ടോ. ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ല് തന്നെ ആയിരിക്കും അനുഭവപ്പെടാനായിട്ട് പറ്റുക. പിന്നെ നമ്മൾ ബെഡിലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം എന്തെങ്കിലും സ്നാക്ക് ബെഡിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും. ഇതിൽ പൗഡർ ചേർത്തിട്ടുള്ളത് കാരണം ഒരിക്കലും ഉറുമ്പ് അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സോഫയായാലും അതേപോലെ ബെഡായാലും തലയണയായാലും എല്ലാം ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാൻ വേണ്ടി മറക്കല്ലേ. എന്ത് കമൻ്റ് ആയാലും കമൻറ്റ് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.